നിന്റെ കുടുംബത്തിൽ, വാപ്പയിൽ, ഉമ്മയിൽ, മക്കളിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് വുളൂ ചെയ്ത് ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് റബ്ബിലേക്ക് കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങള് ഉറക്കമൊഴിച്ച് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും. നമ്മൾ പടച്ചവനിലേക്ക് മടങ്ങുന്ന കുടുംബാകണം. 2, ഈ അമ്പിയാക്കന്മാർ അവരുടെ കുടുംബത്തെ നയിച്ചു പഠിപ്പിച്ചു കൊടുത്തു, മക്കളെ നിങ്ങളും ഇങ്ങനെയുള്ള ഇസ്ലാമിക കുടുംബാന്തരീക്ഷത്തിലേക്ക് വരണം. നമ്മളിങ്ങനെ നിസ്കരിക്കുക, പള്ളി പോകുക, നമ്മൾ പർദ്ദയൊക്കെ ഇട്ടിട്ടുണ്ട്, കുട്ടി ഇങ്ങനെ പലതും പല കോലത്തിലും നടക്കുന്നുണ്ട്, നമ്മൾ നിക്കാബ് ഇട്ടിട്ടുണ്ട്, കുട്ടി മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ പല കോലത്തിലായിട്ട് നടക്കുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇതിന് പരിഹാരം? അമ്പിയാക്കന്മാർ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഞങ്ങൾ ദീനാണ് നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾ ഈ ദീനിനെ മുറുകെ പിടിക്കണം. ഇനി കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഇന്നത്തെ വലിയൊരു ടാർഗറ്റാണ് നമ്മുടെ മുമ്പിൽ. എൻ്റെ കുടുംബത്തിനും ഈ ദീന് കിട്ടണം. ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പ്രാദേശികമായ ആളുകളുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബത്തോട് ദീന് പറയാറുണ്ട്. കുടുംബസംഗമം നടത്തും, ദീന് പറയില്ല. കുടുംബത്തോടൊപ്പം ടൂർ പോകും, ദീന് കൊടുക്കൂല. സൽക്കാരം വെക്കും, കല്യാണം വെക്കും, ചോറ് കൊടുക്കും, മന്തി കൊടുക്കും, ദീന് കൊടുക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറയാണ്, ഇബ്രാഹിമു ബിബനീഹി വയാക്കൂബ, യാക്കൂബ് നബിയും ഇബ്രാഹിം നബിയും വസിയത്ത് കൊടുത്തു, യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് ഇതാ ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. കുടുംബത്തിൽ പലരും മരിക്കും. മരിക്കണോലൊക്കെ എങ്ങനെ മരിക്കണം? മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. യാക്കൂബ് നബി അലൈഹി സ്വലാം മരിക്കാൻ സമയത്ത് വസിയത്ത് കൊടുക്കണം. പാപ്പാക്ക് ബേജാറ് തുടങ്ങി. 12 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ്, നമുക്ക് 2, 3 അല്ലേ. അങ്ങനെ വസിയത്ത് കൊടുക്കണം, അടുത്തേക്ക് വിളിക്കാണ്. മക്കളോട് ചോദിക്കാണ്, മാ തഅബുദൂന മിൻ ബഅദീ, എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെ ആരാധിക്കും മക്കളെ? ദീനാണ് ചോദിക്കണത്. ഞാൻ മരിച്ചാല് നിങ്ങൾ ആരെ ആരാധിക്കുക? ഖാലു, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക, വാപ്പാ നിങ്ങൾ ആരാധിച്ച ഏകനായ ഇലാഹിനെ, വനഅബുദു മാ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക്, നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ഏകനായ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഈ ഒരു വാക്കാണ് നമ്മൾ നമ്മളെ കുടുംബത്തിനോടുള്ള ബാധ്യത പഠിപ്പിച്ചു തരുന്നത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറയാണ്, വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ, അദ്ദേഹം കുടുംബത്തോട് നിസ്കാരം കൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. നമ്മളോട് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയ്യ് കിട്ടിയിട്ട് പ്രബോധനം നടത്തുകയാണ്, നാട്ടുകാരോടൊക്കെ പറയാൻ പോകുകയാണ്. പറയുന്നതിന് മുമ്പ് സൂറത്ത് ശുഅറായിൽ ആയത്തിറങ്ങി, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയേ നിങ്ങൾ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്കൊക്കെ താക്കീത് കൊടുക്കണം. കുടുംബക്കാരെ വിളിച്ചു കൊടുക്കണം, അവർക്ക് താക്കീത് കൊടുക്കണം. അവര് തിന്മ ചെയ്യുമ്പോൾ അവരോട് തിന്മയിൽ നിന്ന് തടയണം. അവർക്ക് അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അവരോട്, അവരുടെ കുടുംബത്തിലെ മക്കളോട് കൃത്യമായി കൊണ്ട് മുർറൂഹും ബിൽ മഅറൂഫി, നല്ല കാര്യം കൽപ്പിക്കണം. വൻഹൗഹും അനിൽ മുൻകരി, തിന്മകളെ തൊട്ട് തന്റെ കുടുംബത്തിനെ തടുക്കണം. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട മേഖലയാണ് അത്. തന്റെ വീട്, തന്റെ കുടുംബം അത്തരത്തിൽ ദീനുള്ള അന്തരീക്ഷത്തിലേക്ക് അവർ വരേണ്ടതുണ്ട്. മറിച്ച് ദീനില്ലാതെ കടന്നുപോയാൽ ആ ഭർത്താവ്, ആ ഭാര്യ, ആ മക്കൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, പ്രവാചകനെ ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകും. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതകളെ കുറിച്ചാണ്. കുടുംബം ഇസ്ലാമായിട്ട് മുന്നോട്ട് പോണോ? ഇസ്ലാം പറഞ്ഞ ബാധ്യതകൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇവിടെ കൂടുതൽ സ്ത്രീകൾ ഉള്ളത് കൊണ്ട് ആദ്യം അവരെ പറ്റി പറയട്ടെ. സ്ത്രീ എന്ന നിലക്ക് നീ ഒരു ഉമ്മയാണോ? മക്കളോട് ബാധ്യത ഉണ്ട്. ഒരു ഭാര്യയാണോ? ഭർത്താവിനോട് ബാധ്യതയുണ്ട്. ഒരു ഉമ്മാന്റെ മോളാണോ? ഉമ്മാനോട് ബാധ്യത ഉണ്ട്. ഒരാളുടെ ആങ്ങളെയാ പെങ്ങളാ എന്ന നിലക്ക് നിങ്ങളൊരു സഹോദരിയാണോ? നിന്റെ ആങ്ങളയോട് ബാധ്യതയുണ്ട്. എല്ലായിടത്തും നമുക്കൊരു റോളുണ്ട്. പ്രത്യേകിച്ചും അതിൽ ഏറ്റവും പ്രാധാന്യം കാണേണ്ടതാണ് വിവാഹിതയാണോ? ഭർത്താവിനോടുള്ള ബാധ്യത വിസ്മരിക്കരുത്. സ്വർഗം കിട്ടണമെങ്കിലുള്ള നിബന്ധന പറഞ്ഞ കൂട്ടത്തിലാ പറഞ്ഞത്, ഭർത്താവിനെ അനുസരിക്കണം. സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരിമാരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് എങ്ങനെയാ പെരുമാറുന്നത്? അപ്പൊ അവർ പറയാണ്, ഞങ്ങളാൽ സാധ്യമാകുന്ന കഴിയുന്ന പോലെയൊക്കെ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കലൊക്കെ ഉണ്ട്. നബി തങ്ങൾ ഒന്നുകൂടി ആ വാക്കിന്റെ ഗൗരവം പറയാൻ ഒന്നുകൂടി പറഞ്ഞു, ശ്രദ്ധിക്കണേ, നല്ലോണം പരിഗണിക്കണേ. എന്നിട്ട് പറയണേ,
നല്ലവണ്ണം ചിന്തിച്ചോ. ഹുവ ജന്നതുകി, അദ്ദേഹം നിന്റെ സ്വർഗമാണ്. ഹുവ നാറുകി, അദ്ദേഹം നിന്റെ നരകമാണ്. നല്ലപോലെ ഭർത്താവിനോട് പെരുമാറി ജീവിക്കാം. നമ്മുടെ കുടുംബത്തില് എത്രയോ ആളുകളെ പെണ്ണന്വേഷിച്ചിട്ട് അവസാനം നമ്മുടെ കയ്യിലേക്ക് അദ്ദേഹം വന്ന് പെട്ടത് അള്ളാന്റെ തീരുമാനാണ്. നമ്മുടെ വാപ്പയുടെ കൈപിടിച്ച് അദ്ദേഹം ഏറ്റെടുത്തതാണ്. ഇനി വലിയ റിസ്ക് ആ മനുഷ്യന്റെ തലയിലുണ്ട്. നമ്മുടെ സമ്പത്ത് ചെലവഴിക്കേണ്ടത് അദ്ദേഹമാണ്. വീട്, അതുപോലെ ചികിത്സ അടക്കമുള്ള എല്ലാത്തിന്റെയും ഒരു ഉത്തരവാദി ഇനി ആ മനുഷ്യനാണ്. ഒരു ഭാര്യ എന്താ ചെയ്യേണ്ടത്? ആ മനുഷ്യനെ പരിഗണിക്കുക, അദ്ദേഹത്തെ ഒന്ന് അനുസരിക്കുക, അദ്ദേഹത്തിനെ ഒന്ന് സഹായിക്കുക, അകമഴിഞ്ഞ നിബന്ധനയില്ലാതെ സ്നേഹിക്കുക. ഇതാ സല്ലത്തിൽ മർഅതു ഖംസഹ, 5 നേരം ഒരു പെണ്ണ് നിസ്കരിച്ചാൽ, വസാമത് ശഹറഹ, ഒരു മാസം നോമ്പ് നോറ്റാൽ, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അനുസരിച്ചാൽ, വഹഫലത് ഫർജഹ, ദൈഹിക അവയവങ്ങൾ സൂക്ഷിച്ചാൽ, ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗ്ഗത്തിലാണ്. ഭർത്താവ് എത്ര വലിയ സ്ഥാനമായിരിക്കും അപ്പൊ ഇസ്ലാമിൽ ആലോചിച്ച് നോക്കി നിങ്ങൾ. നബി തങ്ങൾ അറഫ പ്രസംഗം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും അത്യപൂർവ പ്രഭാഷണമായിരുന്നു അറഫ പ്രഭാഷണം. അതിൽ പോലും നബി തങ്ങൾ എടുത്തു പറഞ്ഞു, ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യനോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം. കടമയാണത്. അതിലൊരു വിട്ടുവീഴ്ചക്ക് നിങ്ങൾ ഒടുങ്ങാൻ പറ്റില്ല. പക്ഷെ ഇവിടെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, അദ്ദേഹത്തിനോട് മോശമായി പെരുമാറുന്നവർ, പറഞ്ഞാൽ അനുസരിക്കാത്തവർ, അദ്ദേഹത്തിന്റെ ഇഷ്ടം മാനിക്കാത്തവർ, ശരീരവും മനസ്സും കൊടുക്കാൻ വിസമ്മതിക്കുന്ന എത്രയോ ആളുകൾ. പുരുഷൻ വഴികേടിലാകുന്നതിന്റെ അടിസ്ഥാന കാരണം അവിടുന്ന് സ്ത്രീകൾക്കൊരു പങ്കുണ്ട്. വഴിയോരങ്ങളിൽ, അങ്ങാടികളിൽ രാത്രി വീട്ടിലേക്ക് കൂടണയാത്ത ഭർത്താവിന്റെ കാരണം ചോദിച്ചു നോക്ക്. വീട്ടിൽ സ്വസ്ഥതയില്ലാത്തൊരു ഭാര്യനെ കുറിച്ച് അയാൾക്ക് പറയാനുണ്ടാകും. സ്കൂൾ കഴിഞ്ഞാലും ജോലി കഴിഞ്ഞാലും വീട്ടിലേക്ക് മടങ്ങി വരാത്ത ഒരു മകനുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ചോദിച്ചു നോക്ക്, ഉമ്മയിൽ നിന്ന്, ഒരു ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടുന്ന യഥാർത്ഥ സ്നേഹത്തിന്റെ, പരിചരണത്തിന്റെ പലതും മിസ്സാകുമ്പോഴാണ് അങ്ങാടിയിൽ, തെരുവ് പിള്ളേരിൽ, സിഗരറ്റിൽ, ഹാൻസിൽ, MDMA-യിൽ അഭയം പ്രാപിക്കുന്നവരുടെ ഒരു വലിയ പങ്ക്. ഞാൻ ന്യായീകരിക്കല്ല, ഇതൊരു സത്യമാണ്. അങ്ങനെ അവിടെ പോയി ഇരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലയിടങ്ങളിലെയും പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന വിഷയങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിയാൽ, ഇന്ന് തന്റെ പ്രിയപ്പെട്ടവനായ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്വങ്ങളെ മാനിക്കാതെ പോകുന്ന അവസ്ഥ കടന്നു വരുമ്പോ അവിടെ നഷ്ടപ്പെടുന്നത് ഒരു പെണ്ണിന്റെ സ്വർഗമാണ്. മഹദി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്തായിരുന്നു? എല്ലാ സമ്പത്ത് കൊടുക്കാൻ സമ്പത്ത് കൊടുക്കും. ഇസ്ലാമിന്റെ ആദർശം സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ ആദർശം സ്വീകരിച്ചു. മക്കളില്ലാതെ വിഷമിച്ചിരിക്കുന്ന നബിതങ്ങൾക്ക് നല്ല മക്കളെ കൊടുത്തു. എല്ലാവരും നാട്ടിൽ നിന്ന് ആട്ടിപ്പാഞ്ഞ് പറഞ്ഞയച്ചപ്പോ ശഅബ് അബീ താലിബ് എന്ന കുന്നിൻ ചെരുവിൽ ഖദീജ ബീവി നബിന്റെ കൂടെ പോയി താമസിച്ചു. ഖദീജ ബീവിക്ക് അന്ന് അവിടെ വീടുണ്ടായിരുന്നു സ്വന്തമായിട്ട്. 3 കൊല്ലം പച്ചില തിന്നുകൊണ്ട് മക്കയിലെ ശഅബ് അബീ താലിബ് എന്ന കുന്നിന്റെ മുകളിൽ, ഇന്നും മക്കത്ത് പോയാൽ കാണാൻ സാധിക്കും, ശഅബ് അബീ താലിബ് എന്ന കുന്നിന്റെ മുകളിൽ പച്ചില തിന്ന് 3 കൊല്ലം ജീവിക്കുമ്പോ, നിങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഞാൻ കുടുങ്ങിയത് എന്നൊരൊറ്റ വാക്ക് ഖദീജ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ വന്നില്ല. ഇനി ചരിത്രം പറഞ്ഞു നോക്ക്. അവിടുന്ന് ഒരു പെണ്ണ് നരകത്തിലെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു, ബികുഫിരിഹിന്ന, ഭർത്താവിനോടുള്ള നിഷേധമാണ്, നന്ദികേടാണ്, വലഅനിഹിന്ന, ശാപവാക്ക് അധികരിപ്പിക്കലാണ്. ഭാര്യമാരെ, നമ്മൾ ഒന്നുകൂടെ വിശാലമായി മനസ്സിലാക്കുക. വീട്ടിൽ ചെന്ന് സ്വസ്ഥമായി അദ്ദേഹത്തിനോട് നമ്മുടെ മണിയറയിൽ ഒന്ന് ചെന്നുകൊണ്ട് സ്വസ്ഥമായി ചോദിക്കണം, ഞാൻ ഓക്കെയാണോ? ഞാൻ നിങ്ങൾക്ക് തൃപ്തികരമായ അവസ്ഥയിലാണോ? ഞാൻ ഇന്ന് മരിച്ചാൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണോ? ഞാൻ ഇന്ന് മരിച്ചാൽ നിങ്ങളുടെ പൊരുത്തത്തോടെ തന്നെയാണോ? ഉറപ്പുവരുത്തണം. നാട്ടിലേക്ക് ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ കണ്ണൂരൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വന്തം വീട്ടിലാണ്, ഭയങ്കര സ്വാതന്ത്ര്യത്തിലായിരിക്കും. സ്വാഭാവികമായും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടുന്ന രൂപത്തിലുള്ള പരിഗണനയും സ്ഥാനങ്ങളും ലഭിക്കുന്നില്ലേ, കൊടുക്കുന്നില്ലേ? സമ്പത്തിന്റെ പേരിൽ, ജോലിയുടെ പേരിൽ, പണത്തിന്റെ പേരിൽ, നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ മാസങ്ങളും കൊല്ലങ്ങളും മിണ്ടാതെയും തൊടാതെയും സംസാരിക്കാതെയും തങ്ങി നീങ്ങുന്ന അവസ്ഥ നമ്മക്കിടയിൽ കടന്നു വരുന്നുണ്ടോ? അപകടമാണ് അവിടെ വരാനിരിക്കുന്നത്. കുട്ടികളുള്ളതുകൊണ്ട് കാര്യമായി ഞാൻ പറയുന്നില്ല, ഒന്നുകൂടെ പറയാം. ശാരീരികവും മാനസികവുമായ ബന്ധം ഊട്ടിയുറപ്പിക്കാത്ത ദാമ്പത്യങ്ങൾ മുഴുവൻ തകർച്ചയിലാണ്, തളർച്ചയിലാണ്. ഈ അടുത്ത് ഒരു ജനാസയുണ്ടായി. മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട മയ്യത്തിന്റെ ഭാര്യ ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്. ശരി, എന്താണ്? എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ 81 വയസ്സാണ്. അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അദ്ദേഹം ജനാപത്തുകാരനായിരുന്നു. കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
ആ ഭാര്യ ആ ഭർത്താവിനോട് ചെയ്തതെന്ത്? വയസ്സെത്രയായി? കുറച്ചൊന്ന് പ്രായമാകുമ്പോഴത്തേക്ക് തൊടാൻ അനുവദിക്കാത്ത, അടുത്തിരിക്കാൻ സമ്മതിക്കാത്ത, ഒരു ഭർത്താവ് എന്ന യാതൊരു പരിഗണനയും നൽകാത്ത, ഒരു ചപ്പുചണ്ടിയെ പോലെ വീടിന്റെ മൂലയിൽ ഒളിപ്പിച്ചു മാറ്റി നിർത്തുന്ന ഒരു ഭർത്താവിനെ ആയിട്ടാണോ നിങ്ങൾ കാണുന്നത്? ശാപത്തിന്റെ അല്ലെങ്കിൽ ക്രൂരതയുടെ ലഅനത്തിന്റെ വല്ലാത്തൊരു പദവിയിലായിരിക്കും ആ പെണ്ണുണ്ടാവുക. ഒരാൾ പ്രായമായ ഒരു മനുഷ്യൻ അയാൾ വീട്ടിൽ വന്നു, സങ്കടപ്പെട്ടു, ഒരുപാട് കുറെ നേരം ഇരുന്ന് കരഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എത്ര വർഷമായി എന്നറിയോ ഞാനും എൻ്റെ ഭാര്യയും എന്ന് ഒത്തൊരുമിച്ച് കിടന്നിട്ട്. ഒരു വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്, കൂടെ ഒന്ന് കിടക്കാൻ പോലും ആ ഭാര്യ സമ്മതിക്കുന്നില്ല. ഞാൻ ഇവിടെയാണ് ചുരുക്കി പറയുന്നത്, നമ്മൾ ലഭിക്കേണ്ടുന്ന കൊടുക്കേണ്ടുന്ന സ്നേഹത്തിനും ബന്ധങ്ങൾക്കും എന്തെങ്കിലും നിബന്ധന വെച്ചുകൊണ്ടാണോ ജീവിക്കുന്നതെങ്കിൽ നമ്മളാണ് പരാജിതരെന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഇസ്ലാം നമ്മളോട് പറയാണ്, നിനക്കൊരു ഭാര്യയുണ്ടോ കുടുംബമുണ്ടോ നീ ജീവിക്കുന്നത് എങ്കിൽ അവിടെ നിനക്കൊരുപാട് ചുമതലകളുണ്ട്. ആ പെണ്ണിനെ നോക്കണം, അവൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം, ദീന് കൊടുക്കണം. ദീനുള്ളവരെ സ്വന്തമാക്കാൻ ശ്രമിക്കണം. മനുഷ്യന്മാരെന്ന നിലക്ക് നമ്മുടെ ദാമ്പത്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ തന്ന നിധിയാണ് ഒരു ഭാര്യ എന്നത്. ഇവിടെ വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരുണ്ടാവും, കല്യാണം ശരിയാവാത്ത പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടാവും. അവരൊക്കെ അനുഭവിക്കുന്ന വിഷമം എത്രയാണ്. വിവാഹം നടക്കാത്തതിന്റെ പേരിൽ, വിവാഹം നടക്കാൻ പറ്റാത്തതിന്റെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു സഹോദരൻ, നമ്മുടെ ആദർശ പണ്ഡിതൻ, പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ മകൻ, അവർക്ക് പലർക്കും അറിയണ്ടാവും, ബാംഗ്ലൂരിൽ വെച്ചൊരു ആക്സിഡന്റ് സംഭവിച്ചു. തകർന്നടിഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ മകൻ വിവാഹം പോലും കഴിക്കാത്ത ഒരു ചെറുപ്രായത്തിൽ സജീവമായി ദഴവാരംഗത്തൊക്കെ ഉണ്ടായിരുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ തളർന്നുപോയി വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി. പിന്നീട് ബോധം വന്നു, ശരീരത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന ഒരു കസേരയിൽ ഇരുത്തി വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന ലാപ്ടോപ്പും കാര്യം ചെയ്തു കൊടുത്താൽ ആ ഇരുന്ന ഇരുത്തത്തിൽ ചെയ്യാൻ പറ്റുന്ന കൈയിന്റെ ചെറിയ ചലനങ്ങൾ കൊണ്ട് ചില ജോലികൾ ചെയ്യും. ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ സമീപിക്കുക. കിടപ്പിലായ, ചലിക്കാൻ കഴിയാത്ത, നീങ്ങാൻ കഴിയാത്ത ഒരു ചെറുപ്പക്കാരന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ആർക്കെങ്കിലും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇന്ന പോരായ്മകളുള്ള ഒരാളാണ്. ഒരു പെൺകുട്ടി കടന്നു വന്നു. സഹോദരിമാരെ, ഒരു പെൺകുട്ടി കടന്നു വന്നു. ഇസ്ലാം സ്വീകരിച്ച ആ സഹോദരി പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ ഏറ്റെടുക്കാം. നമ്മൾ വിചാരിക്കില്ല, എന്തോ കണ്ടിട്ടാണ്, എന്തോ ലാഭം കണ്ടിട്ടാണ്. ഒന്നുമല്ല. ആ മനുഷ്യനെ ഒന്ന് സ്നേഹിച്ചാൽ, ആ മനുഷ്യന്റെ ആ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഗണിച്ചൊന്ന് കൂടെ നിന്നാൽ എനിക്ക് സ്വർഗം കിട്ടാൻ ഇത് മതിയായതാണ് എന്ന ബോധ്യപ്പെടലാണ്. നമുക്ക് എന്തുകൊണ്ട് അതിന് സാധ്യമാകുന്നില്ല? ഭർത്താക്കന്മാരെ, നമ്മളൊന്ന് വീണാൽ നമ്മെ പിടിച്ചിരുത്താനുള്ളത് ഭാര്യയാണ്. നമ്മുടെ ഏത് അവയവും കഴുകിത്തരാൻ പറ്റുന്നത് ഭാര്യയാണ്. ഭാര്യമാരോടുള്ള കടമ മറക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ആലോചിച്ചോളിയും. എത്ര ടൂർ പോയാലും, എത്ര കറങ്ങിയാലും അവസാനം എത്തിക്കിടക്കുന്നത് ഈ ഭാര്യന്റെ വീട്ടിൽ, അവസാനം അവരുടെ ചാരത്തേക്കാണ്. അവരെ പരിഗണിക്കാതെ നമ്മൾ നാട്ടിൽ മുതലാളിയായാൽ കാര്യമില്ല. അവരോടുള്ള നന്ദിയും അവരോടുള്ള പരിഗണനയും കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോയ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തന്റെ വീട്ടിലെ ഇണകളോട്, കുടുംബത്തോട് മര്യാദയിൽ പെരുമാറിയാൽ, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കൂട്ടത്തിലെ കുടുംബത്തിലെ നല്ലവനാണ്. ഭാര്യനോട്, മക്കളോട് നല്ലപോലെ പെരുമാറണം. സഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോട് എന്താ അത്ര വല്ല ചെയ്യാനുള്ളത്? നീ അവൾക്ക് വസ്ത്രം കൊടുക്കണം, നീ അവൾക്ക് ഭക്ഷണം കൊടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ, അവളെ വഷളാക്കരുത്. വലാ തഹജുർ ഇല്ലാ ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചല്ലാതെ പിണങ്ങരുത്. ഇസ്ലാമിക മര്യാദകളാണ് പഠിപ്പിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെണ്ണാണെന്ന പരിഗണന, അവളുടെ മനസ്സിന്റെ പോരായ്മകൾ, അവളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം തിരിച്ചറിയണം. പ്രവാസികളെ, ആവശ്യത്തിന് ലീവ് എടുക്കാൻ ശ്രമിക്കണം. ബാംഗ്ലൂരുകാരെ, ആവശ്യത്തിന് നാട്ടിലെത്താൻ ശ്രമിക്കണം. ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്ത് ഫാമിലിയെ കൊണ്ടുപോകണം. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനുഷ്യർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നമുക്ക് കാണാൻ സാധിക്കും. കല്യാണം കഴിഞ്ഞു, ഒരുമിച്ചു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഒരുപാട് പേർ. ഒരു കുഴപ്പമില്ല, ആള് സ്ഥലത്തില്ല, 4 കൊല്ലം കൂടുമ്പോഴാ ലീവ്, 3 കൊല്ലം കൂടുമ്പോഴാ ലീവ്, അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റൂല, അയാൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റൂല, ഇവളിങ്ങനെ ഇരിക്കുക. എത്ര പേരാണ് ജീവിതത്തിൽ പ്രയാസം. അതുകൊണ്ട് ഇപ്പോ പല വിവാഹാലോചനകളുടെയും താഴത്ത് കുറിപ്പ് വരാൻ തുടങ്ങി. പ്രവാസികളാണെങ്കിൽ താല്പര്യമില്ല. പേടിക്കേണ്ട കാര്യമാണ്.
ആലോചിക്കേണ്ട കാര്യമാണ്. എന്ന് മാത്രവുമല്ല, നമ്മുടെ നാടുകളിൽ പുതിയ കുട്ടികൾ വിവാഹരംഗത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ഓർമ്മയിൽ വെച്ചോ, പ്രീ മെരീറ്റൽ കൗൺസിലിങ്ങിന് കൊടുക്കാത്ത പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നവർ പിന്നീട് അനുഭവിക്കുന്നത് വലിയ പ്രതിസന്ധികളിലേക്കാണ്. നല്ലൊരു കുടുംബം കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, വിവാഹത്തിന് മുമ്പ് ഓക്കെ ആയിരുന്നു, വിവാഹത്തിന് സമ്മതിച്ചു, അന്വേഷിച്ചു, എല്ലാം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞ് എല്ലാം റെഡിയായി. ഈ പെൺകുട്ടി പഠിക്കണം എന്ന് പറഞ്ഞു എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ കൊണ്ടുപോയി പോയി. കോളേജിൽ കൊണ്ടുപോയി ഭർത്താവ് വരെ ഫീസ് കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്ത് അവസാനം 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഓള് വീട്ടിൽ പറഞ്ഞു, എനിക്ക് കല്യാണം വേണ്ട. നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടി കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങി, ഗ്യാങ് അടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാ കല്യാണമൊക്കെ? സ്വതന്ത്രമായിട്ട് നമുക്ക് നടന്നൂടെ? എവിടെയും പോയിക്കൂടെ? ഒരാളെ കാലിന്റെ ഒട്ടിക്ക് ഇങ്ങനെ പോയി കൊടുക്കണോ? അങ്ങോട്ട് പർദ്ദയിട്ട് പോയ പെൺകുട്ടി ഇങ്ങോട്ട് ഷാളും തട്ടവും ഇല്ലാതെ വരാൻ തുടങ്ങി. ഇവിടെ വന്ന് എഴുത്തു കൊടുത്തു വാപ്പാന്റെ കയ്യിൽ, എനിക്ക് കല്യാണം വേണ്ട. നന്നായി പേടിക്കേണ്ട പുതിയ കാല. എന്തിനാണ് കല്യാണം? എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? അവിടെ ബാധ്യത എന്താണ്? ഇന്ന് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്താണെന്നറിയോ, അവർ യൂട്യൂബിലും അവർ ഇൻസ്റ്റഗ്രാമിലും കാണുന്ന ചില വീഡിയോകൾ കണ്ടപ്പോ ഇങ്ങനെയാണ് കല്യാണല്ലേ, അവരിങ്ങനെ അനുഭവം ക്യാമറക്ക് മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്ത സീനൊക്കെ കണ്ടപ്പോ ഇതാണ് കല്യാണല്ലേ എന്ന് വിചാരിക്കും. ഇതൊന്നല്ല മക്കളെ, ഒറിജിനൽ ലൈഫ് ഇതൊന്നുമല്ല. അവിടെ ഉപ്പുമുണ്ട്, പഞ്ചസാരയുമുണ്ട്, അവിടെ രാത്രിയുണ്ട്, പകലുണ്ട്, അവിടെ കഷ്ടപ്പാടുകളുണ്ട്, സുഖങ്ങളുടെ സന്തോഷങ്ങളുണ്ട്. എല്ലാം അറിയുന്ന മനസ്സും ശരീരവും പങ്കുവെക്കാൻ ഇസ്ലാം അനുവദിച്ചു കൊടുത്ത വിവാഹത്തെ യഥാവിധി പഠിച്ചു മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നവുമില്ല. വീട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മാറണം. കുടുംബത്തിലുള്ള വാപ്പയും അമ്മയും മക്കളും ഈ വീട്ടിനകത്താണ് ജീവിക്കുന്നത്. വീടിനകത്ത് വിവിധങ്ങളായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇസ്ലാം വിലക്കിയതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. നായ ഉള്ള വീട്, രൂപങ്ങളും ചിത്രങ്ങളുമുള്ള വീട്, മനുഷ്യരുടെ ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ ചിത്രങ്ങളുള്ള വീട്, കാരുണ്യത്തിന്റെ മലായിക്കത്തുകൾ പ്രവേശിക്കാത്ത സ്ഥലങ്ങളാണ്. വീടുകളിൽ വഴക്കുകളും ബഹളങ്ങളും നടക്കുന്നിടത്ത് കാരുണ്യത്തിന്റെ മലക്ക് പ്രവേശിക്കാത്ത ഇടങ്ങളാണ്. ഒട്ടനേകം ഹദീസുകൾ നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. നമ്മുടെ വീട് ഖബറുകളാക്കി മാറ്റരുത്. കാരണം ഖബർ എന്ന് പറഞ്ഞാൽ അവിടെ നമസ്കാരമല്ല, അവിടെ എപ്പോൾ നോക്കിയാലും ഖുർആൻ ഓത്തുണ്ടാവില്ല. എന്നാ നിങ്ങളുടെ വീടോ ലാ തജഅലൂ ബുയൂതകും മഖാബിറ, വീട് ഖബർ പോലെയാക്കരുത്. അവിടെ ഖുർആൻ ഓത്ത് വേണം, അവിടെ ദിക്റുകൾ വേണം, അവിടെ സ്വലാത്തുകൾ വേണം. വീട് ആശ്വാസത്തിന്റെ കേന്ദ്രമായി മാറണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, വീട് നിങ്ങൾക്ക് അല്ലാഹു ആശ്വാസത്തിന്റെ കേന്ദ്രമാക്കി തന്നിരിക്കുന്നു. നമ്മുടെ വീട്, നമ്മളെ ഭർത്താവിനും ഭാര്യക്കും മക്കൾക്കും പുറത്തെന്ത് സംഭവിച്ചാലും എന്റെ വീട്ടിൽ പോയാൽ സമാധാനം കിട്ടും. ഇന്ന് ആൾക്കാർക്ക് വീട്ടിലിരിക്കുമ്പോഴാണ് ബേജാറ്, വേഗം പുറത്തേക്ക് ഇറങ്ങി നടക്കണം. എന്തിനാ ആൾക്കാർക്ക് പുറത്ത് പോകണത്? എന്തിനാ പാർക്ക് പോയിരിക്കണത്? എന്തിനാ റോട്ടിൽ പോയിരിക്കണത്? വീട്ടിൽ സമാധാനമുണ്ട്. സത്യത്തിൽ ഇസ്ലാം പറയണത് എന്താ? പുറത്ത് എന്ത് അസമാധാനം നേരിട്ടാലും വേഗം വീട്ടിലേക്ക് വരണം എന്നാ. നിങ്ങൾ പുറത്തു പോയി, അങ്ങാടിയിൽ പോയി, എന്തോ കണ്ടപ്പോ, കാഴ്ചകളൊക്കെ കണ്ടപ്പോ എന്തോ ഒന്ന് തോന്നി, പോകേണ്ടത് എവിടേക്കാന്നറിയോ? വീട്ടിലേക്ക് പോകണമെന്നാ. വീട്ടിൽ പോകണം. എന്റെ വീട്ടിൽ, അവിടെയാണ് നിനക്ക് അനുഭവിക്കാൻ ഹലാലാക്കിയവർ ഉള്ളത്. നമ്മൾ ഇന്ന് വീടുകളിൽ നിന്ന് ഇണകളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നിട്ട് പുതിയ പുതിയ കേന്ദ്രങ്ങൾ തേടി നടക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിരുന്നത് ഹോട്ടൽ മുറികൾ, ലോഡ്ജ് മുറികൾ എന്ന് കാണുന്നത് പോലെ ഇന്ന് വലിയ വലിയ സിറ്റികളിൽ ബോർഡ് കാണാൻ തുടങ്ങി. അൺമാരീഡ് കപ്പിൾസിന് റൂം കൊടുക്കാൻ സന്നദ്ധരാണ്. അൺമാരീഡ് കപ്പിൾസ്, കമിതാക്കൾ. ഓൾക്ക് 2 മണിക്കൂറിന് 3 മണിക്കൂറിന് റൂം റെഡിയാണ്. നിങ്ങൾ പുതിയ പുതിയ വാർത്തകൾ വായിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല രൂപത്തിൽ കൈവിട്ട് പിടുത്തമിട്ട് പോയി. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കുടുംബസമേതം ഇന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ധൈര്യമായിട്ട് കണ്ണു തുറന്ന് നടക്കാൻ പറ്റുമോ? പരസ്യമായി അൺമാരീഡായ ആളുകൾ ഇരുന്ന് അവരവരുടെ കോളേജിലെയും പ്രിയപ്പെട്ടവരെയും ഇഷ്ടപ്പെട്ടവരെയും കൊണ്ട് നടന്ന് പരസ്യമായി ലീലാവിലാസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഒരു വീട് എത്ര ശ്രദ്ധിക്കണം. നമ്മൾ ഇനി പുതിയ കാലഘട്ടത്തിൽ ഇനി എവിടേക്കാണ് നമ്മൾ ഇനി പോകാൻ? എവിടെയാണ് പരിഹാരം തേടേണ്ടത്? നമ്മൾ കുടുംബത്തിൽ നടക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട് എന്ന് വിചാരിച്ചു പോണത്, ഒന്ന് നാട്ടിൽ എന്തെങ്കിലും കുറച്ചൊരു ഹദ്ദാദ് ഓതിയാൽ, ഒരു റാത്തീബ് ഓതിയാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാല ചൊല്ലിയാൽ, ഏതെങ്കിലും ഒരു മൗലൂദ് ഓതിയാൽ, ഒരു കുത്തുബിയത്ത് നടത്തിയാൽ കുറെ സമാധാനം കിട്ടും വീട്ടിൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളൊക്കെ 1400 കൊല്ലം പഴക്കല്ലാത്തതാണ്.
സഹോദരങ്ങളെ, വീടുകളിൽ സമാധാനം കിട്ടാനും ജോലി നേടാനും ബർക്കത്ത് കിട്ടാനും രോഗം മാറാനും ദണ്ണം തീർക്കാനും കടം മാറാനും നമ്മളെ നാട്ടിലെ മനുഷ്യന്മാർ കണ്ടെത്തിയ മാർഗ്ഗമാണ് മുഹിയുദ്ദീൻ മാല, കുത്തുബിയത്ത്, ഹദ്ദാദ്, റാത്തീബ്, അതുപോലുള്ള ഒരുപാട് സംഭവം. ഇതൊന്നും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പഠിപ്പിച്ച പരിഹാരമല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അതിന്റെ പഴക്കം 1400 ആകേണ്ടിയിരുന്നു. ഒരു സ്വഹാബിമാർക്കും ഇത് പരിചയമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണേണ്ടിയിരുന്നു. ഖൈറുന്നാസ് എന്ന് വിളിച്ചവർ അവരാണ്, അറിയില്ല. ഹദീസ് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരൊറ്റ പണ്ഡിതനും ഈ സംഭവങ്ങളൊന്നും അറിയില്ല. കുത്തുബിയത്ത് അറിയില്ല, മുഹിയുദ്ദീൻ മാല അറിയില്ല, ഹദ്ദാദ് അറിയില്ല, റാത്തീബ് അറിയില്ല. ഓൾക്കൊക്കെ ദിക്റും സ്വലാത്തും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നു. മാത്രല്ല മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾക്ക് ഇതറിയില്ല. പിന്നെ ഇപ്പൊ ഇത് ആരുണ്ടാക്കിയത്? ഇത് 300 കൊല്ലം 400 കൊല്ലം 600 കൊല്ലം പഴക്കമുള്ള ചില മനുഷ്യന്മാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എഴുതിണ്ടാക്കി. ആ എഴുതി ഉണ്ടാക്കിയ പലതും പുറത്തു പറയാൻ പറ്റാത്ത വിധേനയുള്ള അബദ്ധങ്ങളും ശിർക്കൻ വരികളും ഇസ്ലാമിന് എതിരായ സംസാരങ്ങളും നിറഞ്ഞതാണ് എന്ന് നിങ്ങൾ എന്ന് കണ്ണു തുറന്ന് നിങ്ങൾ സ്വന്തം പഠിച്ചാൽ, വേറെ ഒരാൾ പറഞ്ഞു തരണ്ട, സ്വയം ഇരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി അള്ളാന്റെ ദീനുമായി യോജിക്കാൻ പറ്റാത്തതാ പഠിപ്പിക്കുന്നത്. സാമ്പിളിന് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറയാ. കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇത് ഓതുന്നവർ വുദൂ എടുത്ത് 12 റക്അത്ത് നമസ്കരിച്ച് യാ ശൈഖ് മുഹയ്യദ്ദീൻ എന്ന് 1000 തവണ വിളിക്കണം. 12 റക്അത്ത് നമസ്കരിച്ച് 1000 തവണ അല്ലാഹ് റബ്ബേ റഹ്മാനേ എന്ന് വിളിക്കേണ്ട മനുഷ്യൻ അവിടെ വിളിക്കാതെ യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹാദിറു ഹാദിറു ഇമ്മജ്ലിസിൽ ഹാദിറു, ഇതാണ് നമ്മൾ ചെല്ലണേന്റെ അർത്ഥം. അതുകൊണ്ട് അത് വലിയ ആപത്ത്. ഞാൻ ആദ്യം പറഞ്ഞില്ല, അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ അല്ലാഹ് റബ്ബേ എന്ന് വിളിച്ചവർ മനുഷ്യന്മാരെ വിളിച്ച് ചോദിക്കുക. റിഫായി മാല തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? റിഫായി മാലയിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന് പകരമായി റിഫായി ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുന്ന വരികളുണ്ട്. റിഫായി മാല കഴിഞ്ഞ് റിഫായി റാത്തീബ് നടത്തുന്നത് ശരീരത്തിൽ കത്തിയെടുത്ത് വരഞ്ഞിട്ട് ചോര പൊട്ടിച്ചിട്ട് യാ അഹ്മദൽ കബീർ റിഫായി ഹാദിറു ഹാദിറു, റിഫായി ഷെയ്ഖിനെ വിളിച്ചിട്ട് റിഫായി ഷെയ്ഖ് വന്നിട്ട് ഇത് തുന്നിക്കൊടുക്കുന്ന വിശ്വസിക്കുന്ന പരിപാടിയാണ് റിഫായി റാത്തീബ്, കുത്തറാത്തീബ്. ഹദ്ദാദ്, റാത്തീബ് എന്നൊക്കെ പറയുന്ന സംഭവം 700-600 കൊല്ലുള്ളൂ. പേര് അതിന്റെ ഇടയിൽ കൂടെ പുട്ടിന് തേങ്ങട്ട് കൊടുക്കുന്ന പോലെ ഇടക്കൊരു സുബ്ഹാനല്ലാഹും ഇടക്കൊരു അൽഹംദുലില്ലാഹ് ഉണ്ടാവും. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തന്നെ പുതിയ നല്ല സംഭവം. അതിലില്ലാത്ത കുറേ സാധനം വായിച്ചോക്കെ. ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ഒട്ടനേകം സംഭവങ്ങൾ. സ്വലാത്ത് ഇസ്ലാമിലില്ല. എത്ര സുന്ദരമായി സ്വലാത്ത്. 10 നന്മയാണ് ഒരു സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിക്ക്. നമസ്കാരത്തിൽ നമുക്ക് സ്വലാത്തില്ലേ? ജീവിതത്തിലെ എത്ര സന്ദർഭങ്ങൾ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിന് ശേഷം സ്വലാത്തില്ലേ? പക്ഷെ ഏത് സ്വലാത്ത്? ഇബ്രാഹിം സ്വലാത്ത്. ആ സ്വലാത്തിന് വാർഷികം ഉണ്ടാവൂല, ആ സ്വലാത്തിന് പെട്ടിപ്പിരിവ് ഉണ്ടാവൂല, ആ സ്വലാത്തിന് പൈസ പിരിക്കൂല, ആ സ്വലാത്തിന് ജിപേ നമ്പർ കൊടുക്കൂല. എന്തേ? അത് പറ്റിക്കുന്ന തട്ടിപ്പിന്റെ പരിപാടികളാ. ഞങ്ങളുടെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ ഒരു തങ്ങളിറങ്ങി. അദ്ദേഹം ആർക്കും കിട്ടാത്തൊരു പുതിയ സ്വലാത്ത് കൊണ്ട് വന്നു. സ്വലാത്തുൽ ഫാത്തിഹ് എന്നാണ് പേര്. കൊടക്കാട് എന്നാണ് പരിസരത്തിന്റെ പേര്. ഇദ്ദേഹം സ്വലാത്ത് തുടങ്ങിയപ്പോൾ ഒരു കൊടിമരത്തിന്റെ കീഴിലാണ് ഈ സ്വലാത്ത് തുടങ്ങിയത്. അപ്പൊ ഈ കൊടിമരത്തിന് പ്രത്യേകത എന്താ? കറാമത്ത് എന്താ? അവിടെ കാക്ക വന്ന് അപ്പിട്ട് പോവുകയാണ്. കാക്ക പമ്പേഴ്സ് ഇട്ട് നടക്കൂലല്ലോ. അപ്പൊ ഇടക്കിടക്ക് കൂടെ അങ്ങനെ അപ്പിട്ട് പോയി. അങ്ങനെ അവസാനം അതിന് കറാമത്ത് പറഞ്ഞു തുടങ്ങിയാണ്. അവസാനം അവിടെ ആൾക്കാർ കൊണ്ടുവന്ന് പൈസ ഇടാൻ തുടങ്ങി. മനുഷ്യന്മാർക്ക് പൈസ എവിടെ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ കൊടിമരത്തിന്റെ ചോട്ടിൽ കുറെ പൈസ ഇട്ട് കൊടുത്തു പോയി. രോഗം മാറാൻ, ക്യാൻസർ മാറാൻ, കല്യാണം ശരിയാകാൻ, എല്ലാത്തിനും പരിഹാരം അവിടെ കൊണ്ടുപോയി പൈസ ഇല്ല. അവസാനം ഇയാൾ തന്നെ പറഞ്ഞു തുടങ്ങി, ആരും പൈസ ഇവിടെ കൊടുത്ത് ഇടരുത് എന്നൊക്കെ പറയാൻ തുടങ്ങി. നിൽക്കൂല. ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ മജ്ലിസിൽ ആള് വരാൻ തുടങ്ങി. അവസാനം അമുസ്ലിങ്ങൾ വരാൻ തുടങ്ങി. ഇയാൾ പറയാൻ തുടങ്ങി, ഈ സദസ്സിലിരിക്കുന്ന അമുസ്ലിങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി, യഥാർത്ഥ സ്വലാത്തിന്റെ വ്യക്തി ഇത് പഠിപ്പിക്കൂല. യഥാർത്ഥ സ്വലാത്തിൽ എന്ന വ്യക്തി എന്താ പഠിപ്പിക്കുക? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കൂല. നബിയെ പറഞ്ഞു കൊടുക്ക്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. നമ്മുടെ വീട് ശാന്തമാകാൻ നമ്മൾ ചെയ്യേണ്ടത് അള്ളാന്റെ ഖുർആൻ ഓതുക, ഇസ്ലാം പഠിപ്പിച്ച ദിക്ർ ചൊല്ലുക, ഇസ്ലാം പഠിപ്പിച്ച സ്വലാത്തുകൾ എണ്ണമില്ലാതെ കൊടുക്കുക. നബി തങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്, അനുഗ്രഹത്തിന് വേണ്ടി നമുക്കുമുള്ള ഒരു വലിയ ദർജ ഉയർത്തപ്പെടുന്ന നന്മയാണ് ആ സ്വലാത്ത്. അത് നമ്മൾ പതിവാക്കുക. 2, നമ്മുടെ നാടിൽ സമാധാനം കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ ചെയ്യുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് ഇവിടുന്ന് വേഗം ബസ് കയറുക.
എന്നിട്ട് ഉമ്രക്ക് പോണ പോലെ ഒരു അമീറിന്റെ കീഴിൽ ഒരു മക്കാമോ സിയാറത്ത് അങ്ങോട്ട് പാസ്സാക്കുക. എന്നിട്ട് കണ്ണൂർ ജില്ല അങ്ങോട്ട് തുടങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇരുവേരി കൂടെ അങ്ങനെ പോയി 3 പെറ്റുമ്മ പോയി അവിടെ നിന്ന് അങ്ങനെ കടന്നുപോയി നാട്ടിൽ കൂടെ കറങ്ങി തിരിഞ്ഞിട്ട് എല്ലാ മക്കാമിലും പൈസ ഇട്ട് കൊടുത്ത് അവിടെ ജാറം മൂടി അവിടെ ഇരുന്ന് വറക്കത്തെടുത്ത് അവിടുത്തെ സംഭവമൊക്കെ ഒന്ന് തൊട്ട് ഒഴിഞ്ഞ് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുന്ന് വിചാരിക്കുക. സുഹൃത്തുക്കളെ, ഖബർ എന്തിനാണ്? നമ്മളെ പ്രശ്നങ്ങളും സങ്കടങ്ങളും തീർക്കാനുള്ള സ്ഥലമാണോ ഖബർ? നമ്മളെ രോഗം മാറ്റിത്തരാനോ വിഷമം മാറാനുള്ള പരിഹാരമാണോ ഖബർ? മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരാൾ ഖബർ സന്ദർശിച്ചാൽ അയാളുടെ കൽബുകൾ വളരെ കരഞ്ഞ അലിവാകുന്ന മനസ്സായി മാറും. അയാളുടെ കണ്ണുകൾ കണ്ണീര് പൊഴിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അയാളുടെ ചിന്തയിൽ അള്ളാഹുവിനെയും പരലോകത്തിനെയും ഓർമ്മിക്കാൻ പറ്റും. പരലോകമോർക്കും, മരണത്തെക്കുറിച്ച് ചിന്തിക്കും. അതുകൊണ്ട് നബി തങ്ങൾ അന്ന് പറഞ്ഞു, സൂറുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, മരണം ഓർക്കാനാണ്. വ തുദക്കിറുകുമുൽ ആഖിറ, പരലോകം ഓർക്കാനാണ്. നമ്മളെ നാട്ടുകാർ എന്തിനാ ഖബർ സിയാറത്ത് പറഞ്ഞു പോണത്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ പോയിട്ട് അവിടുത്തെ ഷെയ്ഖിനോട് പോയി പറയാൻ. എന്നിട്ട് ഒരിക്കൽ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുടുംബം ഇങ്ങനെ പോകുന്നുണ്ട്, CM മടവൂരിന്റെ മക്കാമിലേക്കാണ് പോകുന്നത്. CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചിട്ട് 35 കൊല്ലമായിട്ടുള്ളൂ. 35 കൊല്ലം മുമ്പും ഇവിടെ ലോകത്ത് ആൾക്കാർക്ക് പല പ്രയാസം വന്നിട്ടില്ലേ? അന്നൊക്കെ ആരാ മാറ്റി കൊടുത്തത്? ഞാൻ ആ കുടുംബത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ പോണത്? ഒരാളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, 16 കൊല്ലമായി കല്യാണം കേട്ടു ഉസ്താദേ, കുട്ടികളൊന്നുമില്ല, അപ്പൊ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, CM മടവൂർ എന്ന് പറയുന്ന മനുഷ്യൻ കല്യാണം കഴിച്ചിട്ട് ഭാര്യനോട് ഒത്തുപോകാഞ്ഞിട്ട്, ഒന്നാമത് ഭാര്യനെ ഡിവോഴ്സ് ഇല്ലിക്കണ്, കുറെ കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ആ മനുഷ്യർക്ക് കുട്ടി ഉണ്ടായിട്ടില്ല. പിന്നെ ഞമ്മക്ക് കുട്ടി ഉണ്ടാകണം എങ്ങനെ? കുട്ടി ഉണ്ടാകാനുള്ള പരിഹാരം അതല്ല, വേറെയാണ്. അതിന് ഇസ്ലാം ചില പരിഹാര നിർദ്ദേശങ്ങൾ, ചില പ്രാർത്ഥനകൾ, ചില വിദ്യകൾ, ചില ഇലാജുകൾ, ചികിത്സാ സംവിധാനങ്ങൾ, ഇസ്ലാം ചില കാര്യങ്ങൾ അതിന് പ്രത്യേകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനത് ഇപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കില്ല. ആളുകളുടെ തെറ്റിദ്ധാരണയാണ്, എൻ്റെ നാടിന്റെ അടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയി 18 കിലോമീറ്റർ പോയാൽ ഒരു സ്ഥലമുണ്ട്, രാത്രി അർദ്ധരാത്രി 12 മണിക്കും 1 മണിക്കും അവിടെ ചെന്നാൽ ആ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ ബസ്സിൽ വന്ന് ഇറങ്ങും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, എന്താ അവിടെ? ഞാൻ എൻ്റെ കാർ സൈഡാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ കല്ല്, ഇത്ര ഉയരത്തിലൊരു കല്ലാണ്. ഈ കല്ലിന്റെ മുമ്പിൽ നേർച്ചപ്പെട്ടിയാണ്. ഈ കല്ലിന് നല്ല നല്ല ഉസ്താദുമാരും ദർസിലെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ കല്ലിന്റെ അവിടെ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ നാട്ടുകല്ലാണ്. നാട്ടുകല്ലെന്നാണ് പേര്. ഒരു കല്ല് നാട്ടി വെച്ചിക്കുക, എന്നിട്ട് അതിന് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി പൈസ ഇടുക, അവിടെ മഖാമ സിയാറത്ത് നടത്തുക. അപ്പൊ അതിന് തൊട്ടപ്പത്തൊരു ഖബർ കണ്ടു. അപ്പൊ ചോദിച്ചു, ഈ ഖബർ ആരുതാന്ന് അറിയില്ല. ഖബർ വേണമെന്നൊന്നുമില്ല, കല്ലുണ്ടായാൽ മതി. ഇങ്ങനെ പ്രയാസങ്ങൾ മാറാൻ, രോഗങ്ങൾ മാറാൻ ഓരോ മക്കാമ് തേടി നടക്കുകയാണ് മനുഷ്യർ. കൊല്ലം ജില്ലയിൽ ഓച്ചിറ എന്ന് പറയുന്ന പ്രദേശത്തൊരു മക്കാമുണ്ട്. ഈ കേരളത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ഞാൻ ചെന്നൊരിക്കൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത്, ആരുടേതാണ് ഖബർ? അത് ദാമോദരന്റെ ഖബറാണ്. ഓച്ചിറ ദാമോദരൻ എന്ന മനുഷ്യന്റെ മക്കാമ്. അതിന്റെ പേര് ദാമോദരൻ എന്നല്ല, ഓച്ചിറ കുപ്പസ്വാമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പേരാണ് മാറ്റിട്ടു. ഈ ഖബറിങ്ങിലേക്കാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഭർത്താവിന് ജോലി ശരിയാവാൻ, കുടുംബ പ്രശ്നം തീർക്കാൻ പോകുന്നത്. മൂന്നാമത്, കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധിയും വരുമ്പോൾ നമ്മുടെ നാട്ടുകാർ പരിഹാരം കണ്ടെത്തുന്നത് ജ്യോത്സ്യത്തിലാണ്. ഇതൊരു വല്ലാത്ത അവസ്ഥ. വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് ഏതെങ്കിലും മൂലയിൽ പോകും, എന്നിട്ട് അവിടെ പോയിട്ട് കുറേ പരാതി പറഞ്ഞു കൊടുക്കും. അയാൾ പറയും, നിങ്ങളുടെ വീടിന്റെ പടിഞ്ഞാറേ മൂലയിൽ ഇന്ന സാധനം കുഴിച്ചിടുക. എന്നിട്ട് ഒരു വാക്കും കൂടിയും പറയും, എൻ്റെ അയലോക്കസ് ഒരു ഖദീജല്ലേ, ആ ഖദീജ ഉണ്ട്, ഓൾക്ക് 50 വയസ്സായില്ലേ, ആ 50 വയസ്സായി, ഓളെ സൂക്ഷിക്കണം കേട്ടോ. ആ സാധുത അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവില്ല. എന്നിട്ട് ഇവള് മതിലിന്റെ പുറത്തുനിന്ന് ഓളൊരു നോട്ടാണ്, ഖദീജ അനക്ക് തരാ. എന്നിട്ട് കൊല്ലങ്ങളോളം തമ്മു തെറ്റി നടക്കുക. ഓൾക്ക് എന്താ പരിപാടി? ഓൾക്ക് ഖദീജ ഞങ്ങോട്ട് വരണം. അപ്പൊ അതിനെന്താ മാർഗം? അതിനുള്ള മാർഗം അവിടുന്ന് പല ടിപ്പുകൾ തരും. എന്നിട്ട് പറയും, ഓളെ വീടിന്റെ മതിലിന്റെ മൂല കെച്ചൊന്ന് കുഴിച്ചിടണം. പിറ്റേ ദിവസം രാവിലെ ഓള് ഇതേപോലെ വേറെ പോകും. എൻ്റെ സഹോദരൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. അദ്ദേഹം എന്നോട് പറയും, ഈ ഇങ്ങനത്തെ പ്രസംഗത്തിനൊക്കെ പോകണ ആളല്ലേ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എന്ത് കാര്യം പറയേണ്ടത്? അദ്ദേഹത്തിന് ഓട്ടോറിക്ഷ വിളിക്കുന്ന സമയത്ത് ചില ആൾക്കാർ വിളിച്ചു പോണ സമയത്ത് ഒരു സ്ഥലത്ത് നിർത്താൻ പറയും. നിർത്താൻ പറയണത് അമ്പലത്തിന്റെ മുമ്പിലാണ്. എന്നിട്ട് അവിടെ 2 രൂപക്ക് ടോക്ക് എടുക്കാൻ പറയും. ടോക്ക് എടുത്തിട്ട് പോണത് പുറത്ത് ഇട്ട താത്താരും തൊപ്പിട്ട ആജിമാരും പോയിട്ട് ഈ അമ്പലത്തിൽ പോയിട്ട് 2 രൂപയ്ക്ക് ടോക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു പൂജ ഉണ്ട്. ആ പൂജ ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു പോരും. എന്തിനാ പൂജ? വീട് 10 കൊല്ലമായി താമസമായിട്ട് ഒരു സമാധാനമല്ല, സമാധാന പൂജ.
അവിടെ കുഴിച്ചിടുക, ഇവിടുന്ന് മാന്തുക, ഏലസ്, തകിട്, ഇതൊന്നും ഒരു പ്രസ്ഥാനത്തിന്റെ വിഷയമല്ല. അള്ളാന്റെ പ്രവാചകന്റെ ഹദീസ് നോക്കി, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. ഏഷണിക്കാരൻ സ്വർഗ്ഗത്തിലെത്തൂല, ഒട്ടനേകം ഹദീസുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഏലസുകൾ. അതുപോലെയുള്ള വസ്തുക്കൾ. അല്ലക മൻ അല്ലക തമീമ, ആരെങ്കിലും ഏലസ് കെട്ടി തൂക്കിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ്. ഈ ജ്യോത്സ്യരിലും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലും അത് ഏത് ഇസ്ലാമിക ജ്യോതിഷെന്ന് പറഞ്ഞാൽ പോലും പോകാൻ പാടില്ല. ഒരാൾ ഒരു ജ്യോത്സ്യനെ സമീപിച്ച് വല്ലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കപ്പെടൂല. അയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഖുർആനിൽ അവിശ്വസിച്ചവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഓർത്തു വെക്കുക, എന്റെ പരിഹാര കേന്ദ്രം ഇസ്ലാമാണ്. ഇസ്ലാം പരിഹരിക്കാൻ പറഞ്ഞത് പല നിലക്കും അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആ നെടും തൂണുകളിലേക്ക് കടന്നു വരാനാ. നമ്മുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ആ വിഷയം പറയാം. നമ്മുടെ മക്കളെ നല്ല സ്നേഹം കൊടുക്കുക, നന്നായി പ്രശംസിക്കുക, നല്ല അംഗീകാരം കൊടുക്കുക, ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക. ഇസ്ലാമിന്റെ യഥാർത്ഥ തർബിയത്ത് വീട്ടിൽ നിന്ന് പഠിക്കുക. മക്കളെ അസ്വസ്ഥമാക്കുന്ന അക്ഷമയോടെ പെരുമാറാതിരിക്കുക, ചെറിയ ചെറിയ കാരണങ്ങൾക്ക് അവരെ ശിക്ഷിക്കാതിരിക്കുക. വീട്, കുടുംബം അവർക്ക് ആശ്വാസമായി മാറുക. ക്ഷമയോടെ വിവേകത്തോടെ പെരുമാറുക. പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യാതിരിക്കുക. സുഹൃത്തിനെ പോലെ പെരുമാറുക. തൊട്ട് തലോടി ചുംബിച്ച് സംസാരിക്കുക. കണ്ണിൽ നോക്കി വർത്താനം പറയാ. അവരെ അംഗീകരിക്കുക. അവരുടെ പോരായ്മകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, ഇവരെനിക്ക് ഉപകാരമുള്ളവരാക്കണേ. അല്ലാഹുവേ, ഇവനെ എല്ലാ ശർറിന്നും രക്ഷിക്കണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ, കൺകുളിർമയുണ്ടാക്കി തരണേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ ആവർത്തിക്കുക. അതല്ലാതെ ആ നിലക്ക് മക്കളെ കയറൂരി വിടുന്ന അവസ്ഥ വരാതിരിക്കുക. കുടുംബങ്ങളിൽ ഇസ്ലാം വിലക്കിയ പാടില്ലെന്ന് പറഞ്ഞ സകല മാമൂല് ഒഴിവാക്കുക. വെഡിങ് ആനിവേഴ്സറി ഇസ്ലാമിക കൾച്ചറിൽ ഇല്ല. എത്ര മാതൃക ജീവിതം കഴിച്ചവരെ സ്വഹാബത്ത്, താബീങ്ങൾ, മദ്ഹബിന്റെ ഇമാമികൾ, നമ്മുടെ തൊട്ട് 100 കൊല്ലം മുമ്പുള്ള ആൾക്കാർക്ക് പോലും സ്വാലിഹ്യങ്ങൾക്ക് അറിയില്ല ആ സംഭവം. വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, എന്തിനേറെ സുന്നത്ത് കല്യാണങ്ങൾ വരെ ആഘോഷിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തി എന്നറിയിക്കുന്ന, പെൺകുട്ടി പ്രായപൂർത്തിയെത്തിയാൽ കുളിക്കല്യാണം എന്ന് പറഞ്ഞ് പന്തല് കെട്ടി കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഈ നാണം കെട്ട സമ്പ്രദായങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാതെ ഇസ്ലാമിന്റെ തർബിയത്തിലേക്ക് നമ്മൾ കടന്നു വരിക. പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും പലരുടെയും മരണ വാർത്തകൾ കേട്ടു. പ്രിയപ്പെട്ട വാപ്പയെ, വെല്ലിപ്പയെ, എളാപ്പയെ, മൂത്താപ്പയെ നഷ്ടപ്പെട്ട മക്കൾ ഒരു ഭാഗത്തിരിക്കുമ്പോ പ്രിയപ്പെട്ട മക്കളെ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്ത ലിവ എന്ന എക്സിബിഷനിൽ പങ്കെടുത്ത് ആനന്ദത്തോടെ തിരിച്ചു പോന്ന കുടുംബത്തിലേക്ക്, അതേ പ്രിയപ്പെട്ടവരെ, 4 മക്കളെയും അവരെ പരിചരിക്കുന്ന, അവരുടെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ജോലിക്കാരിയും പിന്നീട് കാണുന്നത് ആ ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിൽ നിന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബോധമറ്റ് കിടക്കുന്ന പ്രിയപ്പെട്ട മാതാവിനോട് പറയാണ്, നിങ്ങളെ മോന് മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബോധത്തോടെ എഴുന്നേറ്റ് നിന്നിട്ട് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന രംഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മരണം നമ്മളെ ഏത് സമയത്തും ഞെട്ടിക്കുന്ന രൂപത്തിൽ കടന്നു വരും. കുടുംബത്തിൽ ഏത് സമയത്തും പ്രിയപ്പെട്ട മക്കൾ, വാപ്പ, ഉമ്മ, പ്രിയപ്പെട്ടവരാരുമാകാം, അതാരുമാകാം, പ്രിയപ്പെട്ടവരുടെ ജീവിതം ഒരുപക്ഷെ നമ്മളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം. അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോ മരിക്കുമെന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. മാന്യമായി എല്ലാരോടും പെരുമാറുക. അയൽവാസികളോട് നന്നായി പെരുമാറുക. ഭാര്യ വീട്ടുകാരോട് നന്നായി പെരുമാറുക. ഭർത്താവിന്റെ വീട്ടുകാരോട് ഇടക്കൊന്ന് സന്ദർശിക്കുക. ഭർത്താവ് നിർബന്ധിക്കുമ്പോൾ പോകേണ്ട സ്ഥലമല്ല, സ്വമേധയാ തോന്നണം അതും എന്റെ കുടുംബമാണ്. ആ മനുഷ്യൻ വളർന്നത് അവിടെയാണ്, ആ മനുഷ്യന്റെ വാപ്പയാണ്, അയാളുടെ ഉമ്മയാണ്, അയാളുടെ പെങ്ങളാണ്, അവരൊക്കെ എനിക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയാണെന്ന ബോധത്തോടെ ജീവിക്കുക.